എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാൻ വേണ്ടി 2 ഉരുളക്കിഴങ്ങും 10 വെണ്ടയ്ക്കയും എടുത്തിട്ടുണ്ട്. 4 മുതൽ 6 പേർക്ക് വരെ ഈ ഒരു തോരൻ നമുക്ക് സെർവ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ട് അരിയണം എന്നില്ല. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 വറ്റൽമുളകും 3 കശ്മീരി വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ചേർക്കാം. ഇതൊരു മീഡിയം എരിവായിരിക്കും. വറ്റൽമുളക് മാത്രം ചേർക്കുന്നവരാണെങ്കിൽ 4 മാത്രം ചേർത്താൽ മതി. കുറച്ച് കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി വറ്റൽമുളക് എടുത്തത്. എരിവ് ഒട്ടും വേണ്ടെന്നുള്ളവർ കശ്മീരി വറ്റൽമുളക് തന്നെ ചേർത്താൽ മതി. 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാടങ്ങ് അരച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ ഒന്നങ്ങ് ചതച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കുറച്ചധികം വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടും. ഈ ഒരു തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലോ എടുക്കാം. വെളിച്ചെണ്ണ ഉള്ളവർ അത് തന്നെ എടുക്കുക. അതാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, മുളകിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ റോസ് സ്മെല്ലെല്ലാം പോയതിനു ശേഷം അതിലേക്ക് 2 സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് സവാളയാണ്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. സവാള കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള നല്ലതുപോലെ വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. സവാള നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഉരുളക്കിഴങ്ങിൽ ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് മാത്രം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇതിലേക്ക് ചേർക്കണില്ല, മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചേർത്ത പൊടികളുടെയും പച്ചമണം മാറുന്നിടം വരെ ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുത്. ഒരു 5 മിനിറ്റ് തന്നെ ബോയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. എന്നാൽ ഉടഞ്ഞു പോവാത്ത തരത്തിൽ വേവിച്ചെടുക്കണം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി മുഴുവൻ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ചിരവിയ ഫ്രഷ് കോക്കനട്ടാണ് ചേർത്തിട്ടുള്ളത്.
വറുത്തൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് അതേപടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മിക്സിയിലൊന്നും അരച്ച് ഒതുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതേപടി അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അവസാനം ഇതുപോലെ തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. ഏറ്റവും ചെറിയ തീയിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ നല്ലതുപോലെ വെന്ത് കിട്ടും. പൊട്ടറ്റോ ഓൾറെഡി വെന്തതാണ്. ഇനി ആ ഒരു വെണ്ടയ്ക്കുള്ള വേവ് മാത്രമേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. സാധാരണ തോരൻ തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്, പക്ഷേ നല്ല രുചിയുള്ള റെസിപ്പിയാണ്. ഈ ഒരു കോംബോ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും. ചോറിനായാലും ചപ്പാത്തിക്കായാലും സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലുള്ള വീഡിയോസിൻ്റെ റിട്ടേൺ റെസിപ്പീസ് shanazrecipes.com എന്ന് പറഞ്ഞ സൈറ്റിലുണ്ട്. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.